ഹായ്, നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ വീടിൻ്റെ പണികളെല്ലാം ഇങ്ങനെ പുരോഗമിച്ചുകൊണ്ടിരിക്കണം. ഇത് അടുക്കള ഭാഗത്തുള്ള കട്ടെല്ലാം വയ്ക്കാൻ കേട്ടോ. പണി തീർന്നിട്ടുണ്ടായിരുന്നില്ല, അതുകൊണ്ട് തന്നെയാണ് നമ്മളത് വയ്ക്കാതെ വീട് പണി സ്റ്റാർട്ട് ചെയ്ത്. അതിന് മുമ്പത്തെ വീഡിയോയിൽ കണ്ടാൽ നിങ്ങൾക്കറിയാം. അപ്പോൾ ഏകദേശം ജനല കട്ടിലൊക്കെ ഓൾമോസ്റ്റ് വച്ച് കഴിയാറായിട്ടോ. അതിൻ്റെ ഒപ്പം തന്നെ വീടിൻ്റെ ഫ്രണ്ടിലൊരു ബോക്സ് പോലെ വാർക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ നമ്മളത് തകിട് ഷീറ്റ് വെച്ചിട്ടുണ്ടോ ഓരോ ഭാഗം വാർത്തെടുക്കണേ. അപ്പോൾ ഏകദേശം ഷീറ്റിൻ്റെ വലിപ്പം തന്നെ ഉണ്ടായിരുന്നു. ആ ഒരു ബോക്സിന് 60 സെൻറ്റിമീറ്ററോളം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഷീറ്റ് ചിരിച്ച് വെച്ചിട്ട് അവരത് അതിനൊപ്പം തന്നെ അത് കോൺക്രീറ്റ് ചെയ്ത് പോവാണ്. ഓരോ സ്റ്റെപ്പായിട്ടാണ് കോൺക്രീറ്റ് ചെയ്ത് മുകളിലേക്ക് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൽ രസകരമായൊരു സംഭവം ഉണ്ടായിരുന്നു. ഇത് നിങ്ങൾക്കിത് മനസ്സിലായി കാണുമെന്ന് എനിക്ക് തോന്നുന്നു. ഇത് ഞാൻ വീട്ടിൽ ഇവർക്കൊന്ന് ചായ മേടിക്കാൻ പോയി കേട്ടോ. ചായ മേടിക്കാൻ പോയി വന്നപ്പോഴുള്ള അവസ്ഥയാണത്. നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് എനിക്ക് തോന്നുന്നു. ഇത് കണ്ടപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ലേശം കൗതുകം തോന്നി കേട്ടോ. വേറൊന്നുമല്ല, ഇവർ ജനാല വച്ചേക്കുന്നത് തിരിച്ചിട്ട് വച്ചേക്കണേ. അതായത് പുറത്തേക്കും എൻ്റെ വശം ഉള്ളിലേക്കും, ഉള്ളിൽ വശം പുറത്തേക്കും കൊണ്ടൊരു വച്ചേക്കണേ. അതാണ് ഇതിൻ്റെ ഒരു മിസ്റ്റേക്ക്. അപ്പോൾ കോൺട്രാക്റ്റ് കൊടുത്താലും നമ്മൾ ഫുൾ ടൈം വീട്ടിലുണ്ടായിരിക്കണം കേട്ടോ. എത്ര നല്ല പണിക്കാരാണെന്ന് പറഞ്ഞാലും ഒരു നിമിഷത്തെ ശ്രദ്ധ മതി കേട്ടോ. ഒരു 3 ബംഗാളികൾ ആണ് നമ്മുടെ പണിക്കാർ സൈറ്റിലുള്ളത്. ഇപ്പം 3 മേസ്ത്രിമാരാണ്. അപ്പോൾ ഇവർ രണ്ടാളുണ്ട് ഇപ്പോൾ ഒപ്പം തന്നെ പണി നടക്കണേ. ഇവർ രണ്ടാളെ ശ്രദ്ധിക്കാതെ പോയൊരു കാര്യമുണ്ടോ. അപ്പോൾ ജസ്റ്റ് ഞാൻ വീട് വരെ ഒന്ന് പോയിരുന്നു, ഇവർക്ക് ചായ മേടിക്കാൻ പോയിരുന്നു. ആ ഒരു ഗ്യാപ്പിൽ യുവന്മാർ ഒപ്പിച്ച പണിയാണ് കേട്ടോ അത്. അപ്പം ഞാൻ അത് പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് യുവന്മാർ അത് ശ്രദ്ധിക്കണേ. അപ്പോൾ അത് അഴിച്ച് തിരിച്ചു വയ്ക്കാനുള്ള പരിപാടി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കണേ. അപ്പോൾ ഇത് ഞാനിപ്പോൾ കണ്ടില്ല പറഞ്ഞില്ല എന്നിരുന്നെങ്കിൽ ഇവരത് കട്ട തേച്ച് ഫിക്സാക്കി വെച്ചാൽ എങ്ങനെ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ മാക്സിമം പണിയിലൊക്കെ ശ്രദ്ധിക്കണം കേട്ടോ. എത്ര നല്ല പണിക്കാരുണ്ട്, കോൺട്രാക്ടറാണ് പണി ഏൽപ്പിച്ചേക്കണേ. ഇതിവർ തിരിച്ചു വയ്ക്കും, പക്ഷേ എന്തിനാണ് നമുക്ക് സമയം വേസ്റ്റാണ്. നമ്മുടെ സിമെൻറ്റ്, കട്ട, കോസ്റ്റ് മുതൽ എല്ലാം തന്നെ നമുക്ക് നഷ്ടമാണ്. അത്ര നമ്മുടെ സമയം വേസ്റ്റ്. അപ്പോൾ അതുകൊണ്ട് തന്നെ മാക്സിമം പണികളൊക്കെ നടക്കുമ്പോൾ കൂടെ നിന്ന് പണിയിലൊക്കെ ശ്രദ്ധിക്കുന്നത് വളരെ നന്നായിരിക്കും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരത് നേരെ തിരിച്ചു വച്ചിട്ടുണ്ടത്.